പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കും. മഹത്വത്തിൽ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൽ രാജാവാൻ ബലവാനുമായ യഹോവ, യുദ്ധവിനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുകയും. മഹത്വത്തിൽ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൽ രാജാവാൻ സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. നമുക്ക് ഈ ഭവനത്തിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതുവരെ താമസിക്കുന്ന ഈ കുടുംബം അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൂതന്മാരുടെ കാവലികോട്ടയാൽ വഴിയെടുത്ത് പരിപാലിക്കുവാൻ എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കുവാൻ നമുക്ക് ഈ ഭവനത്തെ ഓർക്കാം. പ്രത്യേകിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഭവനം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ഇതെടുക്കാം. പോയെല്ലാം യഹോവയെ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയിരുന്നില്ല. എന്റെ ദൈവമായ യഹോവയെ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവയെ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, അവന്റെ സ്തുതി പാടുവിൻ. അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യകൾ കരച്ചിൽ വന്ന് രാമാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ഞാൻ ഒരു നാളും കുരുങ്ങിപ്പോകില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറയും. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതങ്ങളെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. യഹോവയോട് ഞാൻ യാചിച്ചു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തമുണ്ട്, എന്ത് ലാഭമുള്ളൂ? കൂടി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എന്റെ രക്ഷകനായിരിക്കണമേ. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ രക്ത നീ അഴിച്ചെന്നെ സന്തോഷപ്പെടുത്തിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പരിപാലിക്കുവാൻ എല്ലാ ആത്മീയ ഭൗതിക അനുഗ്രഹത്താൽ ഈ കുടുംബത്തെ നടക്കുവാൻ നമ്മളെല്ലാവരും കാലഘട്ടത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അപ്പൊ ഒന്നിച്ച് ദൈവത്തോട് ദൈവമേ, ജീവിച്ച കഴിഞ്ഞ സമീപത്താവി ഭവനം നാമത്തിൽ ദൈവം വിലപ്പെട്ട അഭിഷേകനെ സഹായിക്കുന്നതിനായി കഴിഞ്ഞതായ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായി പ്രകാരം ഒരു ഭവനം ചമപ്പാൻ ദൈവാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വഴികളും മുഖാന്തരങ്ങളും അവിടെ ഒരുക്കി ദൈവം സഹായിച്ച കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. അനേകര് കഥാവേ ഭവനം പണിതിട്ട് പാർക്കുവാൻ കഴിയാതെയും ആഗ്രഹിച്ചിട്ടതിൻ്റെതായ പൂർത്തീകരണത്തിൽ എത്തുവാൻ കഴിയാതെ ഒക്കെയും ഭാരപ്പെടുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി
ദൈവമേ നോൽക്കാലം അടിയാസത അനുഭവിപ്പാൻ ദൈവം കൊണ്ട് എല്ലാ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. ഈ ഭവനത്തിൽ നിന്ന് കർത്താവേ പാർത്ത് അടിയാസപ്പെടുന്ന നാമത്തെ ഉയർത്തുവാൻ ധാരാളമായി കൃപതിയും തരണമേ. അകത്ത് വരുമ്പോൾ അനുഗ്രഹങ്ങളാലും പുറത്ത് പോകുമ്പോൾ അനുഗ്രഹങ്ങളാലും ആത്മീക അനുഗ്രഹങ്ങളാലും ഭൗതിക അനുഗ്രഹങ്ങളാലും ഈ ഭവനത്തെ നിങ്ങൾ അനുഗ്രഹിച്ച് ഈ ദേശത്ത് വരെ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം തന്നിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ മലമേലിരിക്കുന്ന ഒരു പട്ടണം പോലെ ഈ ദേശത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി മാറത്തക്കവണ്ണം അവിടുത്തെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ ദാസനെ ബലപ്പെടുത്തും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപാരായി ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ നീ കൊണ്ടെന്റെ ഉള്ളം നൗനായി നിറയുന്നേ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവാ സന്നാമോടെ സ്തുതി പാടിടുന്നേ എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപാരായി ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപാരാ. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 13 മുതൽ 16 വാക്യം. ഏലിയാവിനോട് ഭയപ്പെടേണ്ട, നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടവുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവനും അവളുടെ വീട്ടുകാർ ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കാലം ഈ അടുക്കളയിൽ ജീവിക്കുമ്പോൾ നമ്മൾ വായിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം. ഭരണിയിലെ കുറഞ്ഞില്ല എന്നുള്ള വാഗ്ദത്ത പ്രകാരം ഒന്നിനും കുറവരാതെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഈ അടുക്കള ദൈവം ശുദ്ധീകരിക്കുവാൻ നമുക്ക് ഒന്നിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ പിതാവേ സ്വർഗ്ഗസ്ഥനായ സ്തോത്രം. കർത്താവേ കലത്തിൽ മാവുള്ള ഭരണിയിലെ കുറഞ്ഞില്ല എന്ന വചനപ്രകാരം അപ്പാ അങ്ങയുടെ കരകളിൽ ഈ അടുക്കളയിൽ ഒന്നിനും കുറവരാതെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അടുക്കളയിൽ ദൈവം ശുദ്ധീകരിക്കുന്നത് കർത്താവേ. കർത്താവേ ആവശ്യങ്ങളോ അനർത്ഥങ്ങളോ ഒന്നുകൂടാതെ ദൈവം സൂക്ഷിക്കണം. കർത്താവേ ദൈവിക ദൂതമാണ് കാവിൽക്കോട്ടായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.
கீழே ஆஃபில் இருக்கு. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ കർത്താവേ ഞങ്ങളെ അടുക്കളയിൽ തീ കത്തിച്ചു. തുടർന്ന് തിരുസാന്നിധ്യം മറക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. മിന്നുവാണെങ്കിലും പാല് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മകൾ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ യാതൊരു അപാര ശക്തിയാൽ മുദ്രയിടുകയാണ്. മുദ്രയിടണമേ കർത്താവ്. ഇതിൽ വന്ന് പാർക്കുന്നവരും പലരും പുറത്തു പോകുന്നവരും എല്ലാം വായ്പാനിടയാകണമേ. ഭവനത്തിൽ വേണ്ട നന്മകളാൽ നിറയ്ക്കണമേ. ഭൂമിയുടെ ദൈവകരങ്ങൾ സ്തോത്രത്തോട് ഏൽപ്പിക്കുകയാണ്. യേശുവിന്റെ രക്തമൊന്ന് മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇല്ല ഇതിൽ കുറച്ച് ലിക്ക് കാണും. ഇല്ല அடுப்பு ஆஃப்ல இந்த இதில் இது பண்ணல அதனால இருக்கான். இதில் கொஞ்சம் லீக் ஆகும். நம்ம அதில் கிளாம்பு டைட் பண்ணி வச்சு அபினங்க കുറച്ച് അകത്ത് കമ്പി ഇരിക്കും. അത് ഇത് അകത്ത് അതിൽ ഇപ്പുറം കൊടുക്കില്ല. അല്ല അടിയിൽ Sin
നോക്കല്ലേ ഇവിടെ അനുഗ്രഹിക്കുവാൻ ദൈവദാസന്മാരെ കരങ്ങളിലെടുക്കുവാൻ തുടർന്ന് നടത്തുന്ന ദൈവം പണ്ട് താമസിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുവാൻ അപ്പോൾ നിശ്ചയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ സുശീല സന്ധ്യകത്തിൽ ചിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നത് സഹായിച്ചല്ലോ അങ്ങ് ഇഷ്ടബോധിയല്ലോ നിങ്ങളോട് കൂടെ ഇരുന്നല്ലോ സാമ്പത്തിക വിഷയത്തൊക്കെ ദൈവത്തോട് വെളിപ്പെടുത്തുന്നു സ്തോത്രം ദൈവത്തിനെ ഓർക്കുന്നുണ്ട് ഈ പൗരത്തെ പാർക്കുന്ന അറിയപ്പെട്ട ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് പാർക്കുമ്പോൾ ബാലിപ്പോഴും പോകുമ്പോഴൊക്കെ അവർക്ക് സാധിക്കുന്നതിനെ കൂടെ ഈ പൗരത്തെ വിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും കൂടെ ഇരിക്കണമേ അവർ സ്തോത്രം സ്തോത്രം കർത്താവെ ഭൂമി വിശ്രമിക്കുമ്പോൾ അവൻ കലത്തിലും കലവിയോ കണ്ണിലെഴുതിയുള്ളവണ്ണം ശക്തമായിട്ട് ഉപയോഗിച്ച ദൈവത്തിനേക്കാൾ സ്തോത്രം അവൻ സാക്ഷിയോട് കൂടെ ഇരിക്കുമാറാകുന്നുള്ള കടബാധ്യത നീ അവരെ പിടിപ്പിക്കുവാൻ ഞങ്ങൾ അതിനോട് പ്രാർത്ഥിക്കുന്നു സമ്പൂർണ്ണമായി പ്രാർത്ഥനാമിക സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഉച്ചകഴിഞ്ഞ സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ കടന്നിരിക്കുന്ന എല്ലാ കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധുക്കൾ ശാഖക്കാർ സഭാപ്രതിനിധികൾ കർത്തദാസന്മാർ മറ്റ് കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നെത്തി അറിയിക്കുന്നു ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് ഞങ്ങൾ ഏറ്റവും ദൈവം ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കും ദൈവത്തിന് സ്വാഗതം ചില മിനിറ്റുകൾ ദൈവത്തിന് സ്വാഗതം ദിവസമില്ലായിരിക്കാം അതിനുശേഷം സെവൻ മാസ്റ്റർ അതിനുശേഷം ടീച്ചർ പാസ്റ്റർ അതിനുശേഷം ഒരു പാട്ട് പാടി ഭവനത്തിന് പേരിട്ട് അതിനുശേഷം അക്ഷയോ കണ്ടുകയോ ഈ വീട്ടിനെ പ്രതികരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ ദൈവം ദാനമായി തന്നാവില്ല അത് നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ച് ചെയ്യും അങ്ങനെ ദൈവം തമിഴിലേക്ക് വീട് മനുഷ്യന് ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് മനുഷ്യന് നമുക്കറിയാം വായു ആവശ്യം ഭക്ഷണം ആവശ്യം വെള്ളം ആവശ്യം അടുത്ത് വസ്ത്രം ആവശ്യം ഇത് കഴിഞ്ഞിട്ട് വീട് ഏറ്റവും ഒരു പ്രധാന വിഷയം ദൈവം ഈ കൊച്ചു ദൈവത്തിൽ ഭവനം തന്റെ കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാൻ കൊടുത്ത കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകം പേർക്ക് മുമ്പ് നമ്മൾ പ്രാർത്ഥനവാചകം കേട്ടതുപോലെ വീട് ഇല്ലാതിരുന്നപ്പോൾ അനേകം പേർക്ക് ദൈവത്തിന് സ്തോത്രം വീട് വെച്ചിട്ട് താമസിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കർത്തദാസിക്കും കുടുംബത്തിനും ഇങ്ങനെ ഒരു എളിയ ഭവനം ദൈവത്തിൽ കടന്നിട്ട് ബാധ്യതയുണ്ട് എങ്കിലും ദൈവം കൊടുത്ത ആ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. വീട്ടിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേര് നമുക്കറിയാമല്ലോ ഹോം എന്ന് വെച്ചാൽ ഹോസ്പിറ്റാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ അഗ്നിസംസ്കാരം ഉണ്ടായിരുന്നു. അബ്രഹാം അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ ഇടയായിട്ടുണ്ട്. രണ്ടാമതായിട്ട് വെച്ച് അതിന്റെ ഐക്യമത്യം വീട്ടിനകത്ത് ഒരു ഐക്യമത്യം എപ്പോഴും ഉണ്ടായിരുന്നു. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിട്ട് നിൽക്കുന്നത്.
അവിടെയാണ് ദൈവം നമ്മെ സഹായിക്കുവാൻ ഇടയാക്കിയിരുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഒരുമനം ഉണ്ടായിരിക്കണം. ഒരുമനം. 3 ദൈവത്തെ നമ്മുടെ അക്ഷരത്തിന്റെ 3ാമത്തെ അക്ഷരമാണ് യം. ദൈവത്തിന് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കുക. സ്തോത്രം വിളിക്കാൻ ആരാധന. അതൊക്കെ എവിടെ പോയാലും ഉണ്ടായിട്ട് ദൈവത്തെ ആരാധിച്ചു. ദൈവമക്കളാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ ആരാധന കുറയും. ദൈവത്തിന് നാം അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾ കാല് വെച്ച് ചവിട്ടി വന്ന് പ്രാർത്ഥിക്കുന്നത്, ഒരു പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ദൈവത്തിന് ഒരുപക്ഷെ നമുക്കത് അച്ഛനെ കണ്ടുകൊണ്ട് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊരു അനുഗ്രഹമാണ്. ആരാധന അല്ലെങ്കിൽ മെഡിറ്റേഷൻ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. 4 ദൈവത്തിന് ഈ